ഈശോയിൽ സ്നേഹമുള്ളവരെ, കോർപ്പൂസ് ക്രിസ്തി പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുന്ന സുവിശേഷ ഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. ഇത് എല്ലാ സുവിശേഷത്തിലും അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം വിവരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. 5 അപ്പവും 7 അപ്പവും, 5000 പേർക്ക് 7000 പേർക്ക്, അങ്ങനെ. അത് ഈ 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്ന കഥ അത് മത്തായും മർക്കോസും പറയുന്നുണ്ട്. ലൂക്കായും യോഹന്നാനും 1 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. ഇനിയും അപ്പം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അതിന് തൊട്ടടുത്ത സംഭവമായിട്ട് പറയുന്നത് 3 സുവിശേഷങ്ങളിൽ ഒരേപോലെ പറയുന്നത് ഈശോ വെള്ളത്തിന് മീതെ നടന്നതാണ്. അത് മത്തായി പറയുന്നുണ്ട്, മർക്കോസ് പറയുന്നുണ്ട്, യോഹന്നാനും പറയുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം കഴിയുമ്പോൾ തന്നെ ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവമാണ്. ലൂക്ക 1 പ്രാവശ്യമേ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുള്ളൂ, വെള്ളത്തിന് മീതെ നടക്കുന്ന കഥ പറയുന്നില്ല. പക്ഷെ അതിന് പകരം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്, അതിനെ തുടർന്ന് വെള്ളത്തിന് മീതെ നടക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിനെ തുടർന്ന് വാതോരാതെ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം, ആ പ്രബോധനം അവസാനിക്കുമ്പോഴും പത്രോസ് വിശ്വാസം ഏറ്റുപറയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കണം. വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മളത് ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അപ്പം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വെള്ളത്തിന് മീതെ നടക്കുന്ന കാര്യം പറയുന്നത് എന്നത് വളരെ അത് ചിന്തിച്ച് പ്രാർത്ഥിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ കടുകട്ടിയായിട്ടുള്ളൊരു കാര്യമാണ് ഈശോ ഒരപ്പത്തിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ളത്. നമുക്കൊരു കഥ പോലെ പറയാൻ പറ്റുകയില്ല. ഈശോ കൊടുത്ത പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൻ്റെ അവസാനം ആളുകൾ പറയും, കുറേ പേര്, അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വാക്യമാണ്, ഈ പ്രബോധനം ഇത് കടികട്ടിയാണ്, ഇത് കഠിനമാണ്, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. അവർ പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പേര് ഇട്ടിട്ട് പോയി. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യമാണ്. അവർ ശിഷ്യന്മാരിൽ കുറേ പേര്, 12 പേരുടെ കാര്യമല്ല, മറ്റ് ശിഷ്യന്മാർ, ഈശോയുടെ പുറകെ കൂടിയ മറ്റുള്ളവരുണ്ടല്ലോ, അവരോടൊക്കെയാണ് ഈശോ ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രബോധനം കൊടുത്തത്. അപ്പം പ്രബോധനം മനസ്സിലാക്കാൻ പറ്റാതെ അവർ ഇട്ടിട്ട് പോയി. അപ്പോൾ ഈശോ ശിഷ്യന്മാരോടും ചോദിക്കുന്നു, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്കും പോകണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ വചനം നിങ്ങളുടെ പക്കലുണ്ടല്ലോ. അപ്പോൾ ഈശോ ഈ പ്രബോധനം, ഇതിൽ വെള്ളം ചേർക്കാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രബോധനം, അതായത് ജീവൻ്റെ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള പ്രബോധനം, അത് അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറയാനാണ്? അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ജീവനുള്ള അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും, ഇതിൽ പരം എങ്ങനെ പറയാനാണ്? ഒരു കഥ പോലെ പറയാൻ പറ്റുമോ? ഇപ്പം ഈശോയോട് പറയും, ഈശോ ഉപമകളിലൂടെ കാര്യങ്ങൾ പറയാറുണ്ട്. ചില സമയത്തൊക്കെ ഈശോ കഥകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് പരാതി ഇതാണ്, കഥ പറയുന്നില്ല, പ്രബോധനം പറയുകയാണ്, വലിച്ചു നീട്ടുകയാണ്. ചില ആളുകളുടെ പരാതിയാണ് പ്രബോധനം. ഈശോ ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന കഥ പറയുന്നു, വെള്ളത്തിന് മീതെ നടക്കുന്ന കഥ പറയുന്നു. ആ സംഭവം പറഞ്ഞിട്ട് 25-ാമത്തെ വാക്യം മുതൽ ജീവൻ്റെ അപ്പം, ആ ടൈറ്റിലോടുകൂടി അത് അവസാനിക്കുന്നത് 71-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ വലിച്ചു നീട്ടുന്ന ഈശോയ്ക്ക് ഇത് പറയാതെ തരമില്ല. അപ്പോൾ പ്രബോധനത്തിലൂടെ തന്നെ പറയണം, ഇല്ലേ? പ്രബോധനമായിട്ട് തന്നെ പറയണം. അത് തമാശ രൂപ പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഈശോ ഇത് സീരിയസാണ്, ഇത് സീരിയസാണ്, ഇതിൽ കോംപ്രമൈസ് ഇല്ല, ഇതിലൊരു അണുകിട വ്യതിചലിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിന്നാൽ മതി. ഇപ്പം പ്രബോധനം പലർക്കും ഇഷ്ടമല്ല. പ്രബോധനം നമ്മൾ അറിയരുത്, അതാണ് പിശാചിൻ്റെ ആഗ്രഹം. പ്രബോധനം അറിയരുത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യത്തിലാണ് അവർ വിട്ടുപോയത്. ഈ 666 പിശാചുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറാണ്, അറിയാമല്ലോ. അപ്പോൾ പിശാചിൻ്റെ സ്വാധീനം നമ്മളെ പ്രബോധനം കേൾപ്പിക്കരുത്. അപ്പം അവിടെ ഈ ചരട് വിൽക്കുന്നവരും തൊട്ടിൽ വിൽക്കുന്നവരും നമ്മൾ ഇതേക്കുറിച്ച് അറിയരുത്.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്ന നമ്മൾ കർത്താവായ യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയുന്ന ചില നടപടികളാണ്. അപ്പം അവിടെ വിൽക്കുന്നവർ അവരറിയരുത്, ഇവരിതൊന്നറിയരുത്, ഇതൊന്നാം പ്രമാണ ലംഘനമാണെന്ന് അറിയരുത്, ഇതറിയരുത് എന്നല്ല പിശാച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന് അവരറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പള്ളി വിട്ട് പോകില്ല, പള്ളി തന്നെ നിൽക്കും. പള്ളി വിട്ട് പുറത്തു വരണം, സഭ വിട്ട് പുറത്തു വരണം. ഇതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ദുരാചാരങ്ങളിൽ കെട്ട് വീണ് കെണിയിൽപ്പെട്ട് മനുഷ്യർ ഇങ്ങനെ ജീവിക്കണം. എന്നാലല്ലേ ബിസിനസ് നടക്കുള്ളൂ. പിശാചിൻ്റെ ബിസിനസ് നമ്മളെ പിശാചിൻ്റെ വലയത്തിലാക്കുക എന്നതാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്നത് സത്യമാണ്. അതൊരു ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അതൊരു തിയറിയാണ്. അപ്പത്തിൽ ഈശോ വരുന്നുണ്ട്, പക്ഷെ അപ്പത്തിൻ്റെ മാറ്റം, രൂപത്തിലൊരു മാറ്റം ഉണ്ടാകില്ല. ഈ അപ്പത്തിലാണോ ഈശോ എന്ന് സംശയം തോന്നാം. പക്ഷേ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന തിയറി വഴി ഈശോയുടെ ശരീരമായി മാറുന്നു. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല, പക്ഷെ അതിൽ ഈശോയുടെ ശരീരമായി മാറുന്നു. പുരോഹിതൻ്റെ കൈവെപ്പ് പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവ് നിറയുന്നു. പ്രതിഷ്ഠാ പ്രാർത്ഥന വഴി അത് ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു. അതാണ് ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാളാണിത്. ഇത് നിനക്ക് കുഞ്ഞുനാളിൽ അമ്മ പറഞ്ഞു തന്നതല്ലേ? ആ പരിശുദ്ധ കുർബാനയിൽ വെള്ളപ്പത്തിൽ അത് ഈശോയാണെന്ന് പറഞ്ഞു തന്നതല്ലേ? എന്നിട്ട് നീ എന്തുകൊണ്ടാണ് കുർബാന സ്വീകരിക്കാതെയൊക്കെ നടക്കുന്നത്? ഈശോ ഇന്നത്തെ ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവം, അത് അപ്പം വർദ്ധിപ്പിക്കുന്ന കഥ പറഞ്ഞിട്ട് അത് പറയുന്നത്, അത് ഒരു കാര്യം ഈശോ പ്രൂവ് ചെയ്തു തരികയാണ്. അതായത് 2 മീനും 5 അപ്പവും 5000 പേര് ഭക്ഷിച്ചു. പുരുഷന്മാർ മാത്രം 5000 പേര്. എത്രയോ വർദ്ധിപ്പിച്ചു. എന്നിട്ട് 12 കുട്ട നിറയെ ബാക്കി. എത്രയോ വർദ്ധിപ്പിച്ചു. അതായത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പറഞ്ഞിട്ട് ഈശോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഈശോയ്ക്ക് ഒരു വസ്തുവിൽ മാറ്റം വരുത്താൻ സാധിക്കും. നിനക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈശോയ്ക്ക് അത് കഴിവുണ്ട്. ഒരു വസ്തുവിൽ ഈശോയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഒരു രോഗപീഠ ബാധിച്ച അവയവത്തെ രോഗം മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കും. എത്ര പേർക്ക് അനുഭവമുണ്ട്? നിനക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈശോയ്ക്ക് ഒരു വസ്തുവിന് മാറ്റം വരുത്താൻ സാധിക്കും. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ പിശാചാണ് നിന്നെ സംശയം ജനിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം, വെള്ളത്തിന് മീതെ നടക്കുന്നു. വെള്ളത്തിന് മീതെ ഈശോയ്ക്ക് എങ്ങനെ നടക്കാൻ പറ്റി? ഈശോയുടെ ശരീരം വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റിയ വിധത്തിൽ ഒരു രൂപമാറ്റം ഈശോ കൊണ്ടുവന്നു. ഇല്ല, വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത് എന്തൊക്കെയാണ്? ഇല്ല, വള്ളം, വഞ്ചി, അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത്. വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത്? വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ പറ്റിയ രൂപമാറ്റം സംഭവിച്ചതുകൊണ്ടാണ്. അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അതിന് വള്ളത്തിൻ്റെ ഒരു രീതിയിൽ മാറ്റം വന്നത് കൊണ്ടല്ലേ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത്? അല്ലാതെ വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ? അപ്പൊ ഈശോ വെള്ളത്തിന് മീതെ നടന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ? ഈശോയുടെ ശരീരത്തിൽ മാറ്റം വന്നതുകൊണ്ടാണ്. ഇത് നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈശോയ്ക്ക് ഒരു വസ്തുവിനെ മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് തൻ്റെ ശരീരത്തെയും മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് പുറമേയുള്ള ഒരു വസ്തുവിനെ മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് തൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു വസ്തുവിലേക്ക് തൻ്റെ ശരീരത്തെ കൊണ്ടുവരാൻ ഈശോയ്ക്ക് സാധിക്കും. അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈ 2 കാര്യങ്ങളും പറഞ്ഞിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം മുതൽ പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാണ്. വേറെ ചുമ്മാ അങ്ങനെ പറയുന്നതല്ല, ഇത് കാര്യകാരണ സഹിതം, തെളിവ് സഹിതമാണ് ഈശോ പറയുന്നത്. ഈശോയ്ക്ക് ഒരപ്പത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് സഭയിലൂടെ നമ്മൾ പഠിക്കുന്ന ഈ തിരുനാളിൻ്റെ അന്തസത്ത. അതാണ് അപ്പത്തിൽ ഈശോ വസിക്കുന്നു. നീ കണ്ടാലും കണ്ടില്ലെങ്കിലും, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദേവാലയം, പരിശുദ്ധ കുർബാന, ഇതെല്ലാം നീ ബഹുമാനിക്കണ്ടേ? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ പൊക്കോ, നീ നിൽക്കണമെന്നില്ല. ഇത് കടുകട്ടിയാണ്, നിനക്ക് മനസ്സിലാകുന്നില്ലേ, നീ പൊക്കോ, നീ വിട്ടുപൊക്കോ. ഇതിനൊരു കോംപ്രമൈസ് ഇല്ല. ഇതിനപ്പുറം ഈശോയ്ക്ക് ഒന്നും പറയാനില്ല. അതാണ് അവർ പിറുപിറുത്തപ്പെടും. നിങ്ങൾ പൊക്കോ. ശിഷ്യന്മാരോട് ചോദിച്ചു,
ഇല്ല, ഈശോ തെരഞ്ഞെടുത്ത പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാ. മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഒക്കെ നിനക്ക് പരിശീലനം തന്നിട്ട് നിന്നെ കൂടെ നിർത്തിയിരിക്കാം. നിനക്ക് എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നീ നിൽക്കണ്ട, പൊക്കോ, നീ പൊക്കോ. നീ ഞായറാഴ്ച ഒന്നും പള്ളി വരണ്ട. നിനക്കിങ്ങനെ തൊട്ട് തൊടിയിച്ച് പോകാനുള്ള വിശ്വാസമുള്ളോ? നിനക്ക് ഈശോയെ തള്ളിപ്പറയുന്ന വിശ്വാസമുള്ളോ? ചരടുമായിട്ട് വരുമ്പോൾ ഈശോയെ തള്ളിപ്പറയുന്ന വിശ്വാസമോ ഉള്ളൂ? നിനക്കെന്തിനാ നീ വെള്ളം ചേർക്കുന്നത്? യേശു ഏക കർത്താവാണെന്നുള്ള വിശ്വാസത്തിൽ നീ എന്തുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്? നീ എന്താണ് അങ്ങോട്ട് മാറുമ്പോൾ നീ തരം താഴ്ത്തി ഇങ്ങനെ മാറി മാറി വർത്തമാനം പറയുന്നത്? നീ മാറി മാറി ചിന്തിക്കുന്നത് എന്താ? യേശു ഏക രക്ഷകനാണ് എന്നത് നീ തരം മാറി വർത്തമാനം പറയുന്നത് എന്താ? നീ തരം മാറി ചിന്തിക്കുന്നത് എന്താ? ആളും തരം നോക്കി നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? നിന്റെ സൗകര്യപൂർവ്വം നീ ചിന്തിക്കുന്നത് എന്താ? ഈശോ നിന്റെ സൗകര്യത്തിനുള്ളതല്ല. ഈശോ പറയാണ്, അപ്പത്തിൽ ഞാൻ വസിക്കുന്നു. ഇത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ നിനക്ക് അനുഗ്രഹം. മറിയത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? മറിയം ചെയ്തത് ഇതാ. മറിയത്തിന്റെ ഉള്ളിലേക്ക് കൊടുത്ത ഈശോ ഉദരത്തിൽ അതങ്ങനെ വളർന്നു വലുതായി. അങ്ങനെ ആ കുരിശിന്റെ വഴിയിലൂടെ ഒക്കെ മാതാവ് ഈശോയെ കൂടെ പിടിച്ചു, സഹനത്തിലും കൂടെ പിടിച്ചു, വിട്ടുപോയില്ല. പിന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. എന്നിട്ട് കുരിശിൻ ചുവട് വരെ പോയി നിന്നു. എന്നിട്ട് ആ കുരിശ് മരണത്തെ ആരാധിച്ചു. ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാനം, ഒന്നാം വായനയല്ല, രണ്ടാം വായനയുടെ അവസാനം പറയുന്നത് കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുരിശും മരണം, അത് ഈശോയെ ആരാധിക്കുകയാണ് നമ്മൾ. മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈശോയെ ആരാധിച്ചു. അതുപോലെ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയ പരിശുദ്ധ മറിയം ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നീ ഈശോയെ ആരാധിക്കുകയാണ്. നിനക്ക് പാപമോചനം കിട്ടുന്നത് ഈശോയുടെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാലാണ്. അതുകൊണ്ട് നീ കുമ്പസാരിക്കുമ്പോഴും ഈശോയെ ആരാധിക്കുകയാണ്. കൂടെ കുമ്പസാരിക്കുമ്പോഴും കൂടെ കുർബാന സ്വീകരിക്കുമ്പോഴും നീ ഈശോയെ ആരാധിക്കുകയാണ്, ഈശോയെ ഏറ്റുപറയാണ്. ഇതിൽ പരം ഒരു അവസരമില്ല ഈശോയെ ഏറ്റുപറയാൻ. എന്നിട്ട് അത് പ്രയോജനപ്പെടുത്താതെ ചില ആളുകൾ ഇങ്ങനെ ദൈവം പറഞ്ഞിട്ട് കണ്ടീഷൻ വയ്ക്കുന്ന ദൈവത്തോടാണ്. 80% മാർക്ക് കിട്ടിയാൽ തലമുടി വടിച്ചോളാം. അവിടെ ഈശോ ബന്ധം? അവിടെ എവിടെയാണ് ഈശോ ബന്ധം? എൻ്റെ മകന് 80% മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് തലമുടി വടിച്ചോളാം. അവിടെ എങ്ങനെ ഈശോയിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്? ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടിയാൽ, ജോലി കിട്ടിയാൽ ഞാൻ പള്ളി വന്നോളാം കർത്താവേ, ഞായറാഴ്ച മുടങ്ങാതെ പള്ളി വന്നോളാം കർത്താവേ, ഞാൻ കൂടെ കുമ്പസാരിച്ചോളാം കർത്താവേ, ഞാൻ കൂടെ കുർബാന സ്വീകരിച്ചോളാം കർത്താവേ എന്നല്ലേ പറയേണ്ടത്? ഈശോ ബന്ധത്തിൽ വളരുക. അതാണ് മറിയം ചെയ്തത്. മറിയം കാണിച്ചു തന്നത് അതാണ്. മറിയം ഇങ്ങനെ അഭിഷേകമുള്ള മകളായി, ദൈവത്തിൻ്റെ മകളായി ഇന്നും ഇവിടെ പരിലസിക്കുന്നതിൻ്റെ കാരണം മറിയം ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ നിനക്ക് ഈശോയെ ആരാധിക്കാൻ സാധിക്കും. അതിൽ പരം വേറൊരു അവസരമില്ല. വചനപ്രഘോഷണം പോലും അതിന് താഴെയാണ്. കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും നിനക്ക് ഈശോയെ ആരാധിക്കാൻ സാധിക്കും. മറിയം ചെയ്തത് അതാണ്. മറിയം ഒരു നിധി പോലെ കൊണ്ടു നടന്നതാണ് പരിശുദ്ധ കുർബാന. അല്ലെങ്കിൽ ആ പാവം കുരിശിൻ്റെ ചുവട്ടി കാത്തുകെട്ടി നിൽക്കില്ലായിരുന്നല്ലോ. കാത്തുകെട്ടി നിന്നിട്ട് ആ ബോഡി മടിയിലേക്ക് കിട്ടണവരെ നോക്കി നിന്നില്ലേ? അതൊരു നിധി പോലെ സ്വീകരിച്ചില്ലേ? നിനക്ക് ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നും, പള്ളി പോകാതെയൊക്കെ നടന്നും, കുമ്പസാരിക്കാതെയൊക്കെ നടന്നും, അങ്ങനെ നീ നിന്റെ വിശ്വാസം അങ്ങനെ ഉഴപ്പി പോകുമ്പോഴും നിനക്ക് പരിശുദ്ധ കുർബാന നിധിയാണോ? നിനക്ക് എന്താ പരിശുദ്ധ കുർബാന? പരിശുദ്ധ മറിയത്തിനത് നിധിയായിരുന്നു. നിധി ആർക്കും കിട്ടാത്തൊരു സമ്പത്ത് പോലെ. നിനക്കതെന്താണ്? നിനക്ക് സൈഡ് വഴി കൊണ്ടുപോകുന്നൊരു കാര്യമാണോ പരിശുദ്ധ കുർബാന? ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ. മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് ഈശോ വാതോരാതെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ലേ? ഏതനിൽ കണ്ട പഴം പോലെ അല്ല ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും.
ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ടും കരങ്ങൾ കൂപ്പി ഈ പരിശുദ്ധ ദിവ്യ കാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ എളിമയോടുകൂടെ നമ്മൾ നിന്നു കൊടുത്ത് ഒന്ന് കരമൊക്കെ കൂപ്പി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയെ. സെറാഫുകളൊന്ന് യേശയ്യാക്കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥാം, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു. ഓസ്തിയിൽ നാഥൻ്റെ മുഖം കാണുന്നു. ഓസ്തിയിൽ നാഥൻ്റെ സ്നേഹം. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ തിരുനാളാണല്ലോ, തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെ തിരുനാൾ. ഇത് ഉള്ളിലേക്ക് കയറട്ടെ. അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. നീ രോഗിയാകുമ്പോൾ, കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഈശോയെ, എൻ്റെ ശരീരത്തിലൂടെ അങ്ങയുടെ ശരീരവും രക്തവും കടന്നു പോകുമ്പോൾ കർത്താവേ, എനിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഈശോയെ, ശരീരത്തിലെ രോഗപീഠകൾ മാറ്റിക്കൊടുക്കണമേ. കാലങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണമേ. കുരിശാരാധന, ഈശോയുടെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിലൂടെ, കുമ്പസാരിക്കുന്നതിലൂടെ ദൈവജനം ആരാധിക്കുകയാണ്. ദൈവജനം ഈശോയുടെ മരണത്തെ ആരാധിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കർത്താവേ, ഈ മക്കളെ രക്ഷിക്കണമേ. കാലങ്ങളായി കുടുംബങ്ങളിലും ദേശങ്ങളിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രോഗപീഠകൾ മാറട്ടെ, ജോലി ലഭിക്കട്ടെ, കടബാധ്യതകൾ മാറട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, ജോലി ലഭിക്കട്ടെ, വിദേശത്തും നാട്ടിലും പഠനമെല്ലാം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, രാത്രികാലങ്ങളിൽ സുഖനിദ്ര ലഭിക്കട്ടെ. യേശുവിലുള്ള വിശ്വാസം വഴി ദൈവജനം രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഈ തിരുനാൾ ദിനത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, കരമുയർത്തി മനമുയർത്തി സ്തുതിക്കുന്ന, യേശുവിന്റെ നാമം വിളിക്കുന്ന ഈ ദാസിദാസന്മാരിലേക്ക് രക്ഷയുടെ അടയാളം ഇപ്പോൾ തന്നെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ദൈവശക്തി, ഉന്നത ശക്തി വന്ന് ആവസിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. പരിശുദ്ധമ്മേ,
അമ്മ ഈശോയെ കൊണ്ടു നടന്നതുപോലെ ഈശോയെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, പ്രാർത്ഥിക്കണമേ. ആമേൻ.